ഇന്ന് നമുക്കൊരു ഈ പുലാവ് ഫ്രൈഡ് റൈസ് അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ മസാല, നല്ല ഇത്തിരി ഗ്രേവി ആയിട്ടിരിക്കുന്ന ഒരു ചിക്കൻ കറി ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ ചിക്കൻ ഈ ഫ്രൈഡ് റൈസിനൊക്കെ കല്യാണത്തിന് കിട്ടുന്നത്, അതുപോലെ ചെയ്യാനൊന്ന് ഞാനൊന്ന് പരിശ്രമിക്കുക കേട്ടോ. എത്രത്തോളം ആവുമെന്ന് അറിയത്തില്ല. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഉരുളി വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതിലേക്ക് 3 ഏലക്ക ചതച്ചിട്ടിട്ടുണ്ട്, 2 ബേ ലീഫ്, വലിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 8 സവാള, 1.5 കിലോ ചിക്കൻ്റെ കണക്കാണ് ഇത്. പുലാവ് ഫ്രൈഡ് റൈസ് അതിൻ്റെ കൂടെ ഉപയോഗിക്കാനാണ്. ഒരു 2 കുടം വെളുത്തുള്ളി, ഇപ്പം കണക്ക് പറയുവാണെങ്കിൽ ഒരു 25 അല്ലി വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഫ്രഷ് 2-3 തണ്ട് കറിവേപ്പിലയും കുറച്ച് ഉപ്പിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാമേ. ഇതിലേക്ക് ഞാൻ ഇതുപോലുള്ളൊരു 6 ടൊമാറ്റോ എടുക്കുന്നുണ്ട്, അത് നമുക്കൊന്ന് അരച്ചെടുക്കണേ. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ പൊടികളാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തു. പിന്നെ ഞാൻ 1/2 ടേബിൾ സ്പൂൺ കൂടെ ചേർത്തു. ടോട്ടൽ 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് ഞാൻ ഒത്തിരി എരിവ് ചേർക്കുന്നില്ല. ഈ കറിക്ക് ഒരു ഇത്തിരി എരിവ് കുറവുള്ള കറിയാണ് കേട്ടോ. അപ്പം ഞാൻ മസാലയൊക്കെ ചെറിയ ഇതിൽ നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇച്ചിരി നേരം ഇതൊന്ന് അടച്ചു കൊടുത്തായിരുന്നു. എന്നിട്ടിപ്പം ഞാൻ ഇതിലേക്ക് നമ്മൾ അരച്ച ടൊമാറ്റോയുടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി ആ ടൊമാറ്റോയിലെ വെള്ളം എല്ലാം ഒന്ന് വലിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ആ മിക്സിയുടെ ജാറൂടെ കഴുകി ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കുക. ഈ ചിക്കൻ്റെ അകത്ത് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്. അപ്പോൾ ചിക്കൻ ഞാൻ ഇതിൻ്റെ അകത്തിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ അതിൽ കിടന്നു. ഇനി ഞാൻ ഇതിലേക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായി തിളച്ച് അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. പക്ഷേ ചിക്കൻ വെന്തിട്ടില്ല. കുറച്ച് നേരം കൂടെ ഞാൻ അടച്ചിട്ടു. ഇപ്പം നാണ്ടേ നമ്മുടെ കറിയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ലാസ്റ്റിൽ ഞാൻ ഒരു കൈപ്പിടിയോളം അരിയില്ലാത്ത മുന്തിരിങ്ങയും 1 കൈപ്പിടി കാഷ്യൂനട്ട് അണ്ടിപ്പരിപ്പ് ഞാൻ വെള്ളത്തിൽ കൂത്ത് വെച്ചായിരുന്നു, അതുകൂടെ അരച്ച് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മൾ ഈ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കുന്ന ചിക്കൻ ഒരു ഇച്ചിരി ലൈറ്റായിട്ട് മധുരം ഉണ്ടല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഈ മുന്തിരിങ്ങ അരച്ച് ചേർക്കുന്നത്. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഞാനൊന്ന് ചെറിയ തീയിൽ അവിടെ ഇട്ടിരുന്നേ. ഇപ്പം നാണ്ടേ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള പുലാവ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ആ ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ.